എക്സ്ക്യൂസ് മീ, ഹലോ, എക്സ്ക്യൂസ് മീ. ഇതല്ല സർക്കസ് കൂടാരം? ഇതാണ് സർക്കസ് കൂടാരം. നിങ്ങൾ പോരാ? ഞാൻ സർക്കസിന്റെ മാനേജറാണ്. അതെ, ഞാൻ ജോക്കറൊന്ന് കരുതി, ക്ഷമിക്കണം. ഓക്കെ. അപ്പളേ നിങ്ങള് സർക്കസിന് ഒരു എന്തൊരാളെ വേണം പാത്രത്തിൽ കൊടുത്തില്ലേ? പാത്രത്തിലാ ചോറുന്ന പാത്രത്തിൽ സർക്കസ് ആളെ വേണം കൊടുത്തില്ലേ? ഞാൻ വായിച്ചു വരികയാണ്. പാത്രത്തിൽ പത്രത്തില്. അത് ശരി, പത്രത്തിൽ കൊടുത്തു. ഓക്കെ, അത് കേട്ട് വന്ന ആളാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എപ്പോഴാണ് പരിപാടി? സംഭവമാണല്ലോ ഇവിടെ. ഇതിന്റെ മൊത്തം ഓണർ ഞാൻ തന്നെ. അതിന്റെ മൊത്തം ഓണർ. ഇതില് മരണക്കിണറ്, വയലക്കിണറ്, പല സംഭവങ്ങളുണ്ട്. ഭയങ്കര സംഭവമാണ്, ഭയങ്കര സംഭവം. ആരാ പറഞ്ഞു? ഞാൻ തന്നെ പറഞ്ഞു. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ല. പിന്നെ അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടല്ലോ, ലുക്കിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ കണ്ട കുഴപ്പമില്ലട്ടോ, ഒരു സർക്കസിന്റെ ലുക്ക് ഉണ്ട്. ഞാൻ ഭയങ്കര ജമ്പർ. ലേഡീസ് ഒക്കെ ഉപയോഗിക്കണേ ജമ്പർ ഇങ്ങനെ ചാടുക. ജമ്പർ അയലുമല്ലേ ഉണ്ടാവല്? ജമ്പ് ചെയ്യുന്ന ആള്, സർക്കസില് ജമ്പ് ചെയ്യുന്ന ആള്. ഓക്കെ. അപ്പൊ ഇവിടെ ശമ്പളമൊക്കെ എങ്ങനെയാണ്? ശമ്പളം എന്ത് കിട്ടേണ്ടി വരും? എന്ത് തരും? ഞാനൊരു 1000 റുപ്യ. 1000 റുപ്യ എനിക്കോ? ഈ ജമ്പേണിനോ? ഇവിടെ മുമ്പുള്ളവനെ 800 കൊടുത്തിരുന്നത്. അതൊന്നും നമുക്ക് ശരിയാവില്ല. നിങ്ങൾ ഭയങ്കര സംഭവമാണ്. ഭയങ്കര സംഭവല്ലേ നമ്മക്കെന്ന് പറഞ്ഞെങ്കിൽ മമ്മൂട്ടി, മോഹൻലാല്, സുരേഷ് ഗോപി, ദിലീപ് ഇവരൊക്കെ പച്ചവെള്ളം പോലെയാണ്. പച്ചവെള്ളം പോലെ. പിന്നെ നിങ്ങൾക്ക് ഓല കൂടെയാണ് പോയാൽ പോലെ അഭിനയിക്കാൻ. വേറെ കുഴപ്പമുണ്ട്. ഇന്നറിയില്ല. അത് ശരി, ഓൽക്ക് നിങ്ങളറിയില്ല, അതാണ് കുഴപ്പം. അത് കുഴപ്പമില്ല, അതൊരു കുഴപ്പമില്ല കേട്ടോ. മാത്രമല്ല അങ്ങോട്ട് അറിയാത്തൊരു കുഴപ്പമില്ല. ഇവിടെ മാത്രമല്ല, ഞാൻ അമേരിക്ക, ജപ്പാൻ, കർണാടക, കൽക്കട്ട, ബോംബെ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വളരെ അങ്ങോട്ട് പോയിട്ടില്ലെങ്കിലും ഞാൻ ഈ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മഹാ വ്യക്തിയാണ്. അപ്പൊ ശമ്പളം ശമ്പളം 1500 റുപ്യ. 1500 നമുക്ക് പോരാ, പറ്റൂല. പോരാ 2000 പറ്റൂല. എത്ര കിട്ടണം? എനിക്ക് ശമ്പളം ശരിയാണെങ്കിൽ ഒരു മാസം 30-ാം തീയതി ആവുമ്പോൾ 900 ഉൾപ്പെടും. 900? അത്ര സംഭവമാണ്. ഞാനേ ഞങ്ങൾ നിൽക്കൂ. 900 തരാൻ പറ്റും. ഓക്കെ, 900. ഓക്കെ. ഇവിടെയുള്ള ജോലി എന്താണെന്നറിയാം? നനക്കുക, പിടിക്കുക. സർക്കസിൽ ജമ്പ് ചെയ്യുന്ന ആൾക്കുള്ള ജോലിയാണ് ഇതൊക്കെ. ഇവിടെ കുറെ കുതിരകളൊക്കെ ഉണ്ട്. ഐറ്റങ്ങളിൽ നനയ്ക്കണം, എണ്ണയൊക്കെ കുളിപ്പിക്കുക, അതൊക്കെ ഓക്കെ. പലവിധ എണ്ണകളൊക്കെ. അതിന് മുന്നേ ഭയങ്കര സർക്കസ് തരും, ഭയങ്കര പേരിട്ട് സർക്കസ്. ഏതൊക്കെ അറിയോ? പറയണോ? പറഞ്ഞോളി, പറയും. ജംബോ സർക്കസ് ഉണ്ടോ? ജംബോ സർക്കസ് തിരുവനന്തപുരത്ത് 6 കൊല്ലം മുമ്പ് കണ്ട സംഭവമാണ്. കണ്ടിക്കണോ? അതിന് ഞാനില്ല. സർക്കസ് വളാഞ്ചേരി വന്നില്ല 3 കൊല്ലം മുമ്പ്. അത് കണ്ടിക്കണോ? അത് ഞാൻ കണ്ടിക്കണേ. അതിനൊന്നും ഞാനില്ല. അങ്ങനെ സർക്കസ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര സംഭവം. അതാണ് നിങ്ങൾ ആ മേലെ കൂടി പോണ ആളുകളാണ്. ആ പറന്നു പോണ ജമ്പ് ഇങ്ങനെ കാണാൻ പോകണല്ലേ ഉള്ളൂ. അപ്പൊ ആരാണ്? എന്താണ്? ഇതാണ് എന്റെ കുതിരാള്. അപ്പൊ ഇത്ര ഞാൻ കൊണ്ടിറക്കണം. ഇത് നിങ്ങൾ എണ്ണയിക്കുക, കുളിപ്പിക്കുക, ജമ്പ് ചെയ്യാം. സംശയം, ഈ കുതിരകൾ എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കണം. ഒരു കുതിര മിസ്സായാല് കുറ്റം പറയും. അത് ശമ്പളം കിട്ടൂല. അപ്പൊ നമുക്ക് എന്നാലേ ഒന്ന് എണ്ണി നോക്കല്ലേ? കുതിര പോലെ മക്കളെ ആണ് എന്റെ കുതിരാള്. പൊന്നു മക്കള് കുതിരാളാണ്. അവിടെ നിങ്ങളുടെ ജമ്പ് ചെയ്യണം അല്ലേ? ഓക്കെ. ആദ്യം ഏത് ഭാഷയിൽ? എനിക്ക് എല്ലാ ഭാഷയും അറിയാം. നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ ഭാഷയില്ല. അറിയാം, എല്ലാ ഭാഷയും. ഹിന്ദി നല്ല പയ്യാർക്കാണ്. തുടങ്ങുന്നത് നമുക്ക് ഇംഗ്ലീഷ് ആക്കാം. കിട്ടില്ല. മലയാളത്തിലാക്കാം. മലയാളത്തില് ഓക്കെ അല്ലേ? പിന്നേട്ടോ 1 3 4 അപ്പൊ ക്ലിയറായി. 1 2 3 4 5 6
ആ കുതിരക്ക് തലല്ല മാനേജർ. ആ ആ കുതിരക്ക് തലല്ല. തലയില്ലാത്ത കുതിര എവിടെ ഉണ്ടാവുക? ഈ 4 കാലും ഒരു തലയൊക്കെ ഉണ്ട് ഇതിന്. 1 2 3 4 5 6 7 കുതിരക്കും തല ഉണ്ടല്ലോ അല്ലേ? ഏത് കുതിരക്ക് തലയില്ലാത്ത? സംശയം. എണ്ണം പോകട്ടോ. എന്നിട്ട് 1 2 3 4 5 6 എന്താ സംഭവം? എന്താണ് തലല്ല. തലയില്ലാത്ത കുതിര? നിങ്ങൾ എണ്ണുമ്പോഴാണല്ലോ ഇത് കാണുന്നത്. ഞാനൊന്ന് എണ്ണിയാകട്ടെ സാറേ. ഞാനൊന്ന് എണ്ണി. 1 2 3 4 5 6 7 എല്ലാ കുതിരക്കും തല ഉണ്ടല്ലോ. ഇവിടെ സംശയം. എന്നാ സാറേ, ഞാൻ ഈ കുതിരകളൊക്കെ വ്യത്യസ്ത എണ്ണകളാണ് തേക്കാറ്. ഒരു കടലെണ്ണ, അങ്ങനെ പല രീതിയിലെ എണ്ണകളാണ്. ആ എണ്ണകൾ ഏതാണെന്ന് മണത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഐഡിയ കേട്ടോ. ഓക്കെ. കുതിര